ഒരു വിഷയം വന്നാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം വന്നാൽ അതിനെ ശക്തമായി ആക്രമിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നതിൽ വലിയ സങ്കടമൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് അതിനെ നമ്മൾ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു വികല മനസ്സിൻ്റെ ഉടമകളായി നിന്നുകൊണ്ട് നമുക്ക് വിമർശനങ്ങൾ നടത്താൻ കഴിയില്ല. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിട്ട് നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയുള്ളൂ. ആ വിമർശനത്തിന് അന്തസ്സുള്ളൂ, ആ വിമർശനമേ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതലത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ മാറുന്നതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ മീഡിയ അങ്ങനെ ആയിക്കൂടാ. ഒരു മുഖ്യധാര മാധ്യമങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. മീഡിയ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണം, അല്ലാതെ ഈ തരത്തിലുള്ള ട്രോളുകൾക്ക് പിന്നാലെ പോകുന്നതല്ലല്ലോ. ജനറൽ വാർത്ത നിങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പം ഇത്തരം വികലമായിട്ടുള്ള ചിന്തകൾ, ഇത്തരം വികലമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ള ഉറച്ച അഭിപ്രായം എനിക്ക്. എന്നെ ട്രോളുന്നതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, വസ്തുതയാണ് നമ്മൾ വിമർശിക്കുന്നത്. സത്യത്തെയാണ് ആ കാര്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാണ് നമ്മൾ വിമർശിക്കുന്നത്.